ഇന്ന് രാത്രി സമയത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 13-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 13, 48-49 വാക്യങ്ങൾ, വേഴ്സ് 48 and 49 നമുക്ക് വായിക്കാം. ലെറ്റ്സ് റീഡ് ദാറ്റ്. ആക്ട്സ് ചാപ്റ്റർ 13 verses 48 and 49. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 48-49 വാക്യങ്ങൾ. When the Gentiles heard this, they rejoiced and honored the word of the Lord, and all who had been appointed to eternal life believed. The word of the Lord spread through the whole region. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്താൻ കർത്താവ് നമ്മുടെ ലൈഫിൽ ഒരു അവസരം കൂടെ തന്നല്ലോ. ഞാൻ പറയുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കരുത്. കഴിഞ്ഞ ആഴ്ചയിൽ സഭാരാധന കഴിഞ്ഞു. നമ്മളെപ്പോലെ പലയിടങ്ങളിലും ഭവനങ്ങളിലേക്ക് പോയവരിൽ പലരും ഈ ആഴ്ച സഭാരാധനയ്ക്ക് റിട്ടേൺ ഇല്ല. ഈ വീക്കെൻഡിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനില്ല. പല ഭവനങ്ങളിലും ദുഃഖവും നെടുവീർപ്പും വന്ന് കൂടിയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ അവസരവും ഭാഗ്യവും തന്ന കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. Let us thank the Lord. Amen. Children, if you did not understand, let me tell you, last Sunday many people who attended the worship services in their places and went back home, they are not going to return this weekend to praise God because they are no more in this world. But God has given us one more opportunity to be in the presence of the Lord. So let us rejoice and be thankful in the presence of the Lord. Amen. Let us not take anything for granted. നമ്മളൊന്നും ഗ്രാൻഡായിട്ട് എടുക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ കർത്താവ് തന്നെങ്കിൽ അതിന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ആഴ്ചകളിലൊക്കെ പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നല്ലോ. കർത്താവ് നമ്മളെ സഹായിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും ഐ വോണ്ട് ടു കണ്ടിന്യൂ ഓൺ ദ വേർ ഐ വാസ് സ്പീക്കിംഗ് ഓൺ സാറ്റർഡേ മീറ്റിംഗ്. ശനിയാഴ്ചത്തെ നമ്മുടെ ഈ കുടികളിലൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഈ വർഷം എനിക്ക് തോന്നുന്നു ആരംഭിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. We started by how Acts chapter 1 verses 1 to 2:13 talks about the preparation for witnessing. സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരുക്കത്തെ പറ്റിയാണ് ഒന്നാം അധ്യായം 2-ാം അധ്യായം നമ്മൾ കാണുന്നത്. Then from 2:14 2:14 മുതൽ 5:42 വരെ 5:42 we see that the witnessing starts in Jerusalem. But then the witnessing goes beyond Jerusalem. 6-12 we see യെരുശലേമിൽ നിന്നുള്ള വിറ്റ്നസ്സിങ് അത് ശമരിയയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കാരണം ബിക്കോസ് ജീസസ് സെഡ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ വരുമ്പോൾ നിങ്ങൾ സാക്ഷി നിങ്ങളെന്താവുമെന്ന് പറഞ്ഞേ ശക്തി പ്രാപിച്ച് നിങ്ങളെൻ്റെ എവിടെയൊക്കെ ആവും? യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം. Now ഇന്ന് രാത്രിയിൽ we are going to look at how the word of God has gone beyond those places, and now the witnessing is happening in Cyprus and southern Galatia. സൈപ്രസിലും സദേൺ ഗലേഷ്യയിലും നടന്ന വിറ്റ്നസിങ്ങിൽ നിന്ന് ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ വരുന്ന വെനസ്ഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ സാച്ചുറേറ്റ് പ്രോഗ്രാം. വെനസ്ഡേ, യെസ്, ബുധനാഴ്ച മുതൽ സാച്ചുറേറ്റ് പ്രോഗ്രാം ആരംഭിക്കുകയാണല്ലോ. ആൻഡ് സംടൈംസ് ഇറ്റ് മേ സൗണ്ട്സ് ആൻഡ് ഫീൽ ലൈക്ക് ഇറ്റ്സ് വാട്ട് ആർ വി ഡൂയിങ്, because we are taking some gospel literature material. നമ്മൾ ചില സുവിശേഷത്തിൻ്റെ ലഘുലേഖകളൊക്കെ എടുത്ത് CD ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ഭവനങ്ങളിൽ പോയി എന്ത് ചെയ്യുകയാണ്? we are handing it over. Sometimes we may not see the results as we expect. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള സിനാരി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബുധനാഴ്ച നമ്മളിതെല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് അടുത്ത ആഴ്ച എന്ത് ചെയ്യണം? സഭയിലോട്ട് കടന്നു വരണം. പക്ഷെ ഉള്ളത് പറഞ്ഞാൽ ചീത്തവിളി കേട്ടിട്ടല്ലാതെ വേറെ ഒന്നും കേട്ടിട്ടില്ല. പലപ്പോഴും ആൾക്കാർ മെസ്സേജ് ഇടുകയും വിളിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്നറിയാം? നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലയോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോൾ സംടൈംസ് വി ക്യാൻ ഗെറ്റ് തിങ്കിങ്, ഓക്കെ, വൈ ആർ വി ഡൂയിങ് ഓൾ ദീസ് തിങ്സ്? എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ബട്ട് വൺ തിങ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്, ഞാൻ പലവട്ടം പറയുന്നുണ്ട്, ഇനിയും പറയും, ദിസ് ഗോസ്പൽ മെസ്സേജ് സ്പ്രെഡ്സ്. ഈ സുവിശേഷം എന്ത് ചെയ്യുന്നത്? പറക്കുന്ന സുവിശേഷമാണ്. ഇറ്റ് സ്പ്രെഡ്സ്.
ബിക്കോസ് ഒത്തിരി പേര് ഇതിനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചു. ഒത്തിരി പേര് ഇതിനെ മേലാൽ സാധാരണക്കാരുടെ അടുക്കൽ എത്താത്തവണ്ണം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ഐ തിങ്ക് ഞാനിവിടെ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഐ എം ഷുവർ ഐ സെഡ് ദിസ് ഇൻ ഷിക്കാഗോ. പക്ഷേ വില്യം ടിൻഡേലിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അറ്റ് ദാറ്റ് ടൈം അന്നത്തെ സഭ, അന്നത്തെ ഔദ്യോഗികമായിരിക്കുന്ന ഒഫീഷ്യൽ ചർച്ച് didn't want common man to have a Bible. സാധാരണക്കാരുടെ കയ്യിൽ ബൈബിൾ ഒരിക്കലും എത്തല്ലേ. ബൈബിൾ പൂട്ടിവെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കാരണം ബൈബിള് വായിച്ചാൽ ജനം സത്യം മനസ്സിലാക്കിയാൽ അവരുടെ അജണ്ടാസ് നടക്കത്തില്ല. അതുകൊണ്ട് ബൈബിള് ഒരു കാരണവശാലും, പിന്നെ അവരുടെ അടുത്ത വാദമായിരുന്നു ഒരു വശാലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞവരായിരുന്നു വില്യം ടിൻഡേൽ, വില്യം ബൂത്ത്, ഇങ്ങനെ പല വേറെ 2-3 പേര്. അവരെല്ലാം ആ ട്രാൻസ്ലേഷൻ എഫേർട്ടിന് വേണ്ടി കൊടുത്ത വിലയായിരുന്നു അവരുടെ ജീവൻ. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, വില്യം ടിൻഡേലിനെ സ്ട്രാങ്കിൾ ചെയ്ത് കൊന്നതിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഗൺ പൗഡർ ഇട്ടിട്ടാണ് കത്തിച്ചത്, സോ ദാറ്റ് ബേസ്റ്റ് ആകാൻ വേണ്ടി. അത്രയ്ക്ക് ക്രൂരമായ പ്രൈസാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബൈബിളിന് വേണ്ടി താൻ പേ ചെയ്തത്. ഒരിക്കലും ഈ ബൈബിൾ സാധാരണക്കാരുടെ കയ്യിൽ എത്താൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന ചക്രവർത്തിമാർ അല്ലെങ്കിൽ rulers, there were many rulers who stood up and said, we are not going to allow this word to reach the common man. But I want to tell you, they did not succeed because it is the written word of God. അവർ പരാജയപ്പെട്ടു. കാരണം ഈ വചനം ഒരു ചക്രവർത്തിയുടെ വചനമല്ല, ഇത് രാജാതിരാജാവും കർത്താതി കർത്താവിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഇതിനെ ബന്ധിക്കുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ റീസൺ. നമ്മൾ ഇന്ന് വന്നവരുടെ എല്ലാം ബൈബിൾ ഉണ്ടല്ലോ. ചിലർക്കിപ്പം ബൈബിളില്ലായിരിക്കും, ചിലർ അവർ ഫോണും കൊണ്ടാണ് വരുന്നത്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ബൈബിള് നമ്മുടെയൊക്കെ കയ്യിലുണ്ട്, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ബൈബിള് ഉണ്ട്. ഹല്ലേലൂയ. അതൊരു മഹാഭാഗ്യമാണ്. ഒരു മിനിറ്റ് ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാനൊരു ചിന്ത കൊണ്ടുവരാൻ പോവാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ 5ഉം 10ഉം ബൈബിള് വീട്ടിലുള്ള നമ്മൾ നിൽക്കുക. അപ്പോൾ തന്നെ 14th century 13th century അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈബിൾ അവൈലബിൾ ആകാത്ത കാലഘട്ടത്തിലെ ദൈവ മക്കളിൽ ഒരാളും കൂടെ നിൽക്കുക. അന്ന് കർത്താവ് നമ്മളോട് എന്താ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അധികം കിട്ടിയവൻ എന്ത് ചെയ്യുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്? അധികം കിട്ടിയവൻ്റെ അധികം ചോദിക്കുന്നു, മോർ. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം ബൈബിൾ വായിക്കാതെ വന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇന്നത്തെ ദിവസം ബൈബിൾ വായിക്കാതെ ചർച്ചിൽ വന്ന ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ആഴ്ചയിൽ ബൈബിള് ശരിക്കും വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അന്നാളിൽ നിങ്ങൾക്ക് ശരിക്കും ഉത്തരം കൊടുക്കേണ്ടി വരും. ഉത്തരം മുട്ടും. You will not have a answer. You know why? Because God has given you more. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? തന്നിരിക്കുക. There are still languages out there where the Bible is not translated. But many of us can read Bible in more than one language. Right? I can read Bible in 3 languages. I'm not comfortable with all, but at least if I want 3 ഭാഷയിൽ വായിക്കാൻ പറ്റും. നിങ്ങളിൽ പലർക്ക് 2 ഭാഷയെങ്കിലും മിനിമം വായിക്കാൻ പറ്റും ബൈബിള്. ഇനിയും പോട്ടെ, ചിലരാണെങ്കിൽ അത് വായിച്ചിട്ട് പറഞ്ഞിട്ട് ഗ്രീക്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അല്ലേ? ഗ്രീക്ക്, ഹീബ്രു ഒക്കെ പറയുന്നവരുണ്ട്. I try to avoid saying those things. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ അവരുടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തീം ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി അവരെനിക്ക് തീം അയച്ചു തന്നു. 3 ചോയ്സ് എനിക്ക് തന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഏത് വേണമെങ്കിലും എടുക്കാൻ പറഞ്ഞൊരു തീം തന്നു. പ്രൈസ് ഗോഡ്. നല്ലതാണ്. അവരും കാണും ഇത് കാണും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിന് കുറ്റമൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ 3 ഗ്രീക്ക് വേർഡാണ്. അപ്പം 3 ഗ്രീക്കാണ്. അപ്പം ഞാൻ അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇപ്പോൾ എല്ലാം ഒരു ട്രെൻഡ് ഇപ്പോൾ എന്താണ് ഗ്രീക്ക് വേർഡ്സ് ആണല്ലോ എല്ലാം. ഈ മിക്കവാറും മീറ്റിങ്ങുകളുടെ എല്ലാം തീംസ് ഗ്രീക്കിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതും കൂടെ നമുക്കെന്താ, വി ഹാവ് ദ എബിലിറ്റി ഓർ ദ ഫെസിലിറ്റി ടു ലുക്ക് ഇൻ ടു ദാറ്റ് ഓൾസോ. ബട്ട് സ്റ്റിൽ സംടൈംസ് വി ഡോണ്ട് യൂട്ടിലൈസ് ഇറ്റ്. ഞാനത് വേറെ ഒന്നും കൊണ്ട് പറയില്ല, എൻ്റെ വിഷയത്തിൽ അവർ കയറുമ്പോൾ. ദ റീസൺ ഐ ആം ടെല്ലിങ് ഇസ് ദിസ് വേർഡ് ഹാസ് ദ പവർ. ഈ വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ഇനി നമ്മൾ ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. I will try to bring what the Lord has laid upon my heart to share. ഇന്ന് രാത്രി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. We start with Acts chapter 13 verses 1.
ആക്സ് ചാപ്റ്റർ 13 അധ്യായത്തിൻ്റെ 1 വാക്യത്തെ പ്രിപ്പറേഷൻ ഓഫ് ദ മിഷൻ ഫീൽഡ്, സുവിശേഷ വയലിൻ്റെ ഒരുക്കത്തെ പറ്റി, അതിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തെ പറ്റിയാണ് പറയുന്നത്. അന്ത്യോക്യ സഭയിൽ ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ബർന്നബാസ്, ശിമയോൻ, ലൂസിക്കസ്, മേനൻ ആൻഡ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് ഹെറോദ് ആൻഡ് സോൾ. പിന്നെ ആരുണ്ടായിരുന്നു? ശൗല്. പിന്നെ ബർന്നബാസ്, ശൗല്, ഇവരെല്ലാം ആ സഭയിലുണ്ടായിരുന്നു. അങ്ങനെ അവർ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും വരുമ്പോഴാണ് അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും. റൈറ്റ്? അപ്പോൾ ഒന്ന് വായിച്ചേ, അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. As they were worshiping the Lord and fasting. വായിച്ചു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് set apart for my purpose. എൻ്റെ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? വേർതിരിക്കണം. കുറച്ചാൾ മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു, ഈ നാളുകളിൽ അങ്ങനെ ദൈവം ആരെയും വിളിച്ച് വേർതിരിക്കുന്നില്ല. ആൻസർ സിമ്പിളാ. എന്താണെന്നറിയാമോ? ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ ആരും പണ്ടത്തെ പോലെ കാത്തിരിക്കുന്നില്ല. അന്ത്യോക്യ സഭയിൽ എന്തുണ്ടായിരുന്നു? അവര് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തത്? സംസാരിച്ചത്. സാധാരണ ഒരു ആവറേജ്, ഇന്നിപ്പം അമേരിക്കയിലെ കാര്യമാണ്, ബാക്കിയുള്ളടത്തെ കാര്യമല്ല, ഉപവാസ പ്രാർത്ഥനയൊന്നും ഇപ്പോൾ ഇല്ല പള്ളികളിലൊന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലായിടത്തെയും അല്ല, എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്, ബിഗ് ആയിട്ടുള്ളിടത്തെ പറയുന്നത്, മലയാളി പെന്തക്കോസ്തുകാർക്ക് പള്ളിയുടെ കാര്യമായി പറയുന്നത്. കാരണം എല്ലാ ആഴ്ചയിലും പ്രാർത്ഥന ഉണ്ടായിരുന്നപ്പോൾ ആൾക്കാർ വരാതെ വന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു അത് മാസത്തിൽ ഒന്നാക്കിയാൽ എല്ലാവരും വരും. മാസത്തിൽ ഒന്നാക്കിയപ്പം പിന്നെ ആൾക്കാർ വരാതായപ്പം പറഞ്ഞു ക്വാർട്ടറിൽ ഒന്നാക്കിയാൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ക്വാർട്ടറിൽ ഒന്നാക്കി. പിന്നെ പറഞ്ഞു 6 മാസത്തെ നമുക്ക് വർഷത്തിൽ 2 ആണെങ്കിൽ ആൾക്കാർ വരും. പിന്നെ അത് വർഷത്തിൽ 1 ഒക്കെ. അപ്പം ഈ വിഷയം 1, 2, 10 ഒന്നുമല്ല. വിഷയം ആവശ്യബോധമാണ്. നമ്മുടെ അകത്തുള്ള ആ ഒരു താല്പര്യം, ദൈവശബ്ദം കേൾക്കണം, എനിക്ക് ദൈവസന്നിധിയിൽ താണിരിക്കണം, ദൈവത്തിൻ്റെ ആലോചന എന്താണ് എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള. അപ്പോൾ ഈ സഭ അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു? they were worshiping the Lord and they were fasting and the Holy Spirit said or spoke to them. ദൈവവിളിയുള്ളവർ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ള ആരെങ്കിലും, if you are somebody who has a call of God upon your life, I want to tell you, if you want to hear the voice of the Holy Spirit, you need to develop the habit of fasting and praying in the presence of the Lord. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം. ഇതിന് ഷോർട്ട് കട്ട് ഇല്ല. there is no shortcut to it. അപ്പോൾ ഇവിടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുക. അപ്പോൾ മനസ്സിലായി എന്താ കർത്താവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആൾക്കാരെ വിളിക്കാത്തതിന് കാരണം മനസ്സിലായോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവ് എന്താ വിളിക്കാത്തതെന്ന് മനസ്സിലായോ? കർത്താവ് എന്താ ഒരു നിയോഗത്തിന് വേണ്ടി വിളിക്കാത്തതിൻ്റെ കാരണം മനസ്സിലായോ? കാരണം ഇന്ന് ഉപവാസിക്കാനും പ്രാർത്ഥിക്കാനും ആൾക്കാർക്ക്, നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞത്, ഞാൻ പൊതുവിലുള്ള കാര്യം പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു അജണ്ട ഉണ്ട്. എന്താണ് നമ്മുടെ അജണ്ട? 10:30 തുടങ്ങി 11 മണിക്ക് ആകുമ്പോഴത്തേക്കിന് പാട്ടൊക്കെ പാടി ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇച്ചിരി നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? അടുത്ത തിടുക്കത്തില്ല. ബിക്കോസ് നമുക്ക് പല അജണ്ടാസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇവര് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ ഇങ്ങനെ കടന്നു വരിക. അന്നേരമാണ് ഇടപെടുന്നത്. എന്താണ് ഇടപെടൽ? എന്താണ് വന്നത്? സെറ്റ് അപ്പാർട്ട് ഫോർ മീ. എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? വേർതിരിക്കണം. ആരെ? ശൗലിനെയും ബർന്നബാസിനെ. എന്തിനു വേണ്ടി? ഞാൻ അവരെ വിളിച്ച വേലയ്ക്ക് വേണ്ടി. ഇന്ന് രാത്രി ഞാൻ ഒന്നും കഴിക്കുന്ന, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തോന്നുന്നു ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു, അതോ സംവെയർ ഐ സെഡ്, ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും സുരക്ഷിതവും ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വേല ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിയുണ്ടായിട്ട് അത് ചെയ്യാതെ പോയ പലരുടെ ലൈഫ് ട്രാജിക്കായിട്ട് എൻഡായിട്ടുള്ളത്. അവർ ഫസ്ട്രേറ്റഡ് ആയിട്ടൊരു ലൈഫ് സ്റ്റൈലാണ് അവർ പലപ്പോഴും ജീവിച്ചിട്ടുള്ളത്. കാരണം ദൈവത്തിൻ്റെ വെളി ഉള്ളിൽ കിടക്കുമ്പോൾ അവരതിനു വേണ്ടി അതനുസരിക്കാതെ മുമ്പോട്ട് പോയ നിമിത്തം. അതുകൊണ്ട് all the children listening to me, let me tell you, if God calls you, go ahead with it. Don't worry. God can sustain you better as his servant or his serving him than whatever you are going to do and achieve in this world. ലോകത്തിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതിൽ ഏറ്റവും, പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, there is a rich reward in eternity. നിത്യതയിലും വലിയൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ.
നിത്യതയിൽ വലിയ പ്രതിഫലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം നിങ്ങളെ വിളിക്കണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. 2, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് ഇടപെട്ടാൽ അത് അനുസരിക്കാനുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. വി നീഡ് ടു ഹാവ് എ ഹാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഒബേ. അങ്ങനെ അവരുടെ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നത്, ആഫ്റ്റർ ദേ ഹാഡ് ഫാസ്റ്റഡ് ആൻഡ് പ്രേയ്ഡ് ലേഡ് ദെയർ ഹാൻഡ്സ് ഓൺ ദം ആൻഡ് ദേ സെൻഡ് ദം ഓഫ്. എന്ത് ചെയ്തു? എൻ്റെ മൂന്നാം വാക്യം ഒന്ന് പറഞ്ഞേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. They send them off. അപ്പോൾ ഒരു വ്യക്തിയുടെ മേൽ സുവിശേഷ വിളി വരുമ്പോൾ അവൻ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണെന്നറിയാമോ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? പ്രാർത്ഥിച്ചവനെ പറഞ്ഞയക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാമല്ലോ. The church is going to witness beyond their current geographical region. സുവിശേഷം ഇതുവരെ എത്താത്ത ചില സ്ഥലങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. അതിനുവേണ്ടി ദൈവം ശക്തമായി വിളിച്ചു വേർതിരിച്ച അല്ലെങ്കിൽ ശക്തമായ നിയോഗത്തോടെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്ന ആര്? ശൗല്. ഒരിക്കൽ സഭയെ പീഡിപ്പിച്ചുകൊണ്ട് നടന്ന ശൗലിനെ ദൈവം തൻ്റെ ദർശനം കൊടുത്ത് തന്നെ വിളിച്ചു വേർതിരിച്ച് അവനിൽ കൂടെ വലിയൊരു പ്രവൃത്തിയുടെ ആരംഭം കുറിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി സഭ പ്രാർത്ഥിച്ച് ഇവരെ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുന്നു. അങ്ങനെയാണ് പൗലോസിൻ്റെ ഫസ്റ്റ് മിഷണറി ജേണി ആരംഭിക്കുന്നത്. ഹി സ്റ്റാർട്ട്സ് ദ ഫസ്റ്റ് മിഷണറി ജേണി ഓഫ് പോൾ. അവിടെ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അയച്ചവർ they were sent by the Holy Spirit. 4-ാം വാക്യം പറയുന്നത് അവരെങ്ങനെയാണ് പോയത്? പരിശുദ്ധാത്മാവിനാൽ. റൈഡ് വായിച്ചേ 4. പരിശുദ്ധാത്മാവിനാൽ അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്ന്. പരിശുദ്ധാത്മാവിനാൽ അവരെ പറഞ്ഞയച്ചിട്ട് അവര് they went to Seleucia and from there they sailed to Cyprus. അവര് ആരാണ് അവരെ അയച്ചത്? പരിശുദ്ധാത്മാവ്. The Holy Spirit sent them. ഇതുവരെ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, കർത്താവിൻ്റെ വെളിയുള്ളവരെ വിളിക്കുന്നത് ആരാണ്? ദൈവം. അവരെ വേർതിരിക്കുന്നത് ആരാണ്? ദൈവം. ഒരു ഉദ്ദേശത്തിന് വേണ്ടി അവരെ ദൈവം വിളിച്ചാൽ അവരെ അയക്കണം. അയക്കുന്നത് ആരാണ്? സഭ അവിടെ അയച്ചെങ്കിലും അവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് അവരെ എന്ത് ചെയ്തു? The Holy Spirit was the one who was sending them. അങ്ങനെ ഒരു കാര്യം ഓർക്കണം, ഹോളി സ്പിരിറ്റ് സെൻഡ് ചെയ്തപ്പോൾ ഹോളി സ്പിരിറ്റ് അവരെ വിട്ടിട്ട് ഹോളി സ്പിരിറ്റ് വേറെ വഴിക്ക് പോയില്ല. പക്ഷേ ത്രൂ ഔട്ട് ദ മിനിസ്ട്രി ഹോളി സ്പിരിറ്റ് വാസ് വിത്ത് ദം. ആ ശുശ്രൂഷയിൽ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സാന്നിധ്യവും തൻ്റെ ദാസന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയ മിഷണറിമാരായി പോയ പൗലോസും ബർണബാസും ആ സമയത്ത് മാർക്കും കൂട്ടത്തിലുണ്ട്. ഈ 3 പേരും പോയ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലെ ചില കാര്യങ്ങളാണ് നമ്മൾ അത് കഴിഞ്ഞ് അവിടെ എടുത്തിയത്. അറൈവിങ് ഇൻ സലാമിസ് 5-ാം വാക്യത്തിൽ പറയുന്നു, they proclaimed the word of God in the Jewish synagogue. They also had John as their assistant. When they had traveled the whole island as far as Paphos, they came across a sorcerer. അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചു. 5-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചു. സലാമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവരവിടെ ചെന്ന് അറിയിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ വചനം. ഞാൻ മുമ്പേ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. എന്തിനു വേണ്ടി? ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ, അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ. സുവിശേഷം പറക്കുന്ന വചനമാണ്. ഇത് സ്പ്രെഡ് ആകുന്നതാണ്. പക്ഷെ ആരിൽ കൂടെ സ്പ്രെഡ് ആകുന്നതെന്ന് ചോദിച്ചാൽ ഇത് വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ സ്പ്രെഡ് ആകുന്നതല്ല. ഇത് സ്പ്രെഡ് ആകണമെങ്കിൽ ഇത് പ്രാപിച്ച ജനം ഇതിൻ്റെ പ്രൊക്ലമേഷന് വേണ്ടി റെഡിയാകണം. Those who receive this word must be willing to proclaim. Hallelujah. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ചില വർഷങ്ങൾക്ക് മുമ്പ് വന്ന വൈറസ് എന്തുമാത്രം നാശങ്ങൾ ഉണ്ടാക്കിയെന്ന്. ഇന്ന് ഞാൻ വായിച്ചു, ജപ്പാനിലൊരു വൈറസിനെ പറ്റി വായിച്ചു, പുതിയൊരു വൈറസ്. ആ വൈറസ് വന്നാൽ 48 മണിക്കൂറിനകം മരിക്കും. അതിന് പറയുന്നത് ഫ്ലഷ് ഈറ്റിംഗ് വൈറസ് ആണ്. അതിനൊരു പേരുണ്ട്, ഏതാണ്ടൊരു പേരും ഉണ്ട്. പക്ഷേ അത് ഈ ജൂൺ മാസത്തിൽ, നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ, ഇവിടെ വന്നില്ല, ഇനി വന്നാലും കുഴപ്പമൊന്നുമില്ല. ജൂൺ മാസത്തിൽ I think they had about 1200 cases, something like that, and they are worried that if it increases what will happen. അപ്പോൾ എന്തായാലും അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആ വൈറസ് പിടിച്ചാൽ, എല്ലാവർക്കും അല്ല, മജോറിറ്റി ഓഫ് ദ പീപ്പിൾ, what happens is it starts eating up the organs. ഓരോന്നോരോന്നായി ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ 48 hours പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വൈറസ് ഒന്നും ആരും പോയി എന്ത് ചെയ്യേണ്ട, പ്രൊക്ലൈം ഒന്നും ചെയ്യേണ്ട
കാര്യമില്ല. ഇറ്റ് സ്പ്രെഡ്സ്, വൈറസ് സ്പ്രെഡ്സ്. നമ്മുടെ ഇടയിലും പലർക്കും ചെറിയ തൊണ്ടവേദനയും ഒക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ വചനം സ്പ്രെഡ് ആകണമെങ്കിൽ അതിൻ്റെ അകത്തൊരു പ്രൊക്ലമേഷൻ ആവശ്യമാണ്. എ പ്രൊക്ലമേഷൻ ഈസ് നീഡഡ്. നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം, പ്രൊക്ലമേഷൻ ഇല്ലാതെ, all the kids understand this, without proclamation this word will not spread, but with proclamation this word will spread. ഒന്നും കൂടെ പറയാം. once again I will tell you, if there is nobody to proclaim, this word will not spread, but if there is even one person to proclaim, the word will spread. That is where the role of the members of the church comes into play. അവിടെയാണ് ദൈവസഭയിലുള്ള ദൈവജനത്തിൻ്റെ ദൗത്യം മുന്നോട്ട് വരുന്നത്. അതായത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വചനം എന്ത് ചെയ്യണം, സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഈ വചനം സ്പ്രെഡ് ചെയ്യണം, പ്രൊക്ലെയിം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഞായറാഴ്ചത്തെ സഭാരാധനയിൽ പ്രസംഗിക്കുന്ന കാര്യമാണ്? നോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് പ്രസംഗിക്കുന്ന കാര്യമാണ്? നോ. ദാറ്റ് ഈസ് നോട്ട് ദ ബിഗ് തിങ് അബൌട്ട് ഇറ്റ്. കാരണം ചിതറിപ്പോയവർ കണ്ടവരുടെ അടുക്കലെല്ലാം എന്ത് ചെയ്തു? സുവിശേഷം, അല്ലേ? അവരെല്ലാവരും സുവിശേഷം പറഞ്ഞു. അങ്ങനെ ഉണ്ടായ സഭയാണ് ഏത് സഭ? ആന്റിയോക്കിലെ ചർച്ച്. ചിതറിപ്പോയവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം അവർ പോയി അന്ത്യോക്യയിൽ കുറച്ച് പേര് ചെന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഇരുന്നു. അവർ ഗ്രീക്സിനോടും വചനം സംസാരിച്ചു, പലരോടും സംസാരിച്ച നിമിത്തം ഉണ്ടായ സഭയാണ് അന്ത്യോക്യയിലെ സഭ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദിസ് വേർഡ് നീഡ്സ് പ്രൊക്ലമേഷൻ. അങ്ങനെ ആ പ്രൊക്ലെയിം ചെയ്തപ്പോൾ അവിടെ ഒരു ജൂയിഷ് false prophet, his name was Bar Jesus എന്ന് പറഞ്ഞ ഒരു സോഴ്സറർ എന്നൊക്കെ വന്നു. ആൻഡ് അദ്ദേഹം ഒരു പ്രൊകൗൺസിൽ മലയാളത്തിൽ എന്താ പറയുന്നത്? വേഴ്സ് 7, വാട്ട് ഇസ് ഇറ്റ്? an intelligent man Sergius Paulus, what is മലയാളത്തിൽ എന്താ പറയുന്നത്? ദേശാധിപതിയോടുകൂടി. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടി ആയിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവൻ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. He wanted to hear the word of God. This person who has never heard the word in his life, in the way Paul and Barnabas was preaching, after the proclamation he said, I want to hear the word of God. എനിക്ക് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യണം? കേൾക്കണം. This evening, remember, proclamation of the word of God will open hearts and minds to receive the gospel, to receive Jesus. ദൈവവചനത്തിൻ്റെ പ്രഖ്യാപനം ഹൃദയങ്ങളെയും മനസ്സിനെയും തുറക്കുന്നതാണ്. ഇന്ന് രാത്രിയിലും ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വേറെ അജണ്ടാസ് ഒന്നുമില്ല. എൻ്റെ അജണ്ട ഇത്രയേ ഉള്ളൂ: ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്ത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും തുറക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മളെ ഒരു കാര്യത്തെ എങ്ങനെ കണ്ടു അങ്ങനെ അടുത്ത ആഴ്ച കാണാൻ പാടില്ല. അതിനേക്കാളും വ്യത്യസ്തമായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. നാളെ സഭാരാധനയ്ക്ക് നാം കടന്നു വരുന്നു. നാം കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, വചനം കേൾക്കുന്നു. അതിൻ്റെയൊക്കെ പിന്നിലെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഈ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ, സുവിശേഷം അവിശ്വാസികളുടെ ഹൃദയങ്ങളെ തുറക്കുന്നതാണ്. സുവിശേഷം അവിശ്വാസികളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. കാരണം ഈ വചനത്തിന് അതിനുള്ള ശക്തിയുണ്ട്. This gospel has the power to open the hearts and transform the minds of people, the listeners who have lost without Jesus. യേശുവിനെ കൂടാതെ നാശത്തിലേക്ക് പോയിരിക്കുന്ന, അല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രൊക്ലമേഷന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ പ്രൊക്ലമേഷൻ, ഹല്ലേലൂയ, ദൈവസഭയ്ക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്നത്. ബിക്കോസ് ദ പ്രൊക്ലമേഷൻ ഈസ് ഗോയിങ് ടു ചേഞ്ച് ദ സിറ്റുവേഷൻസ്. നൗ as this man wanted to hear, ഈ മനുഷ്യന് ദൈവത്തിൻ്റെ വചനം കേൾക്കണമെന്ന് താല്പര്യമുള്ളപ്പോൾ തന്നെ അവിടെ വേറെ ഒരു മനുഷ്യൻ, ഇപ്പം നമ്മൾ പറഞ്ഞ മനുഷ്യൻ ബാർ ജീസസ്, അവൻ എന്ത് ചെയ്തു? എലിമാസ് എന്താ ചെയ്ത പുള്ളി? എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേര്, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. So he wanted to turn the proconsul away from the faith. അവന്റെ ഉദ്ദേശം എന്താണ്? ഈ വ്യക്തിയുടെ വിശ്വാസത്തിൽ നിന്ന് അവനെ എന്ത് ചെയ്യണം? തടുത്തു കളയണം. അവൻ്റെ ഉള്ളിൽ ഈ വചനം എന്ത് ചെയ്യല്ല? ക്രിയ ചെയ്യരുത്. അപ്പോൾ ഇവൻ ആരാണ്? ഇവനൊരു
യഹൂദിയയിലെ ജൂയിഷ് ഫോൾസ് പ്രോഫറ്റാണ്, ഇവൻ ഒരു സോഴ്സറാണ്. അപ്പോൾ വചനം കേൾക്കുവാൻ താല്പര്യപ്പെടുന്ന ഈ വ്യക്തിയുടെ വചന കേൾവിയെ തടയുവാൻ ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഒപ്പോസ് ചെയ്തു. ആരെ? പൗലോസിനെയും ബർന്നബാസിനെയും. ഇന്ന് രാത്രി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിൻ്റെ പ്രഭു പിശാച്, അവന് താല്പര്യമില്ല ആരും വചനം കേൾക്കണമെന്ന്. പ്രൈസ് ഗാഡ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പിശാചിന് കുറേ ടാർഗറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ ടാർഗറ്റ്, ഒരുത്തൻ കർത്താവിങ്കിലേക്ക് വരരുത്, അവനെ വചനം കേൾപ്പിക്കല്ലേ, കേട്ടാൽ തന്നെ അവനത് ഇഗ്നോർ ചെയ്യണം. രണ്ടാമത് അവൻ്റെ ടാർഗറ്റാണ്, ഇനി ആരെങ്കിലും വചനം കേട്ട് വന്നാൽ അവനെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകണം. പിന്മാറ്റത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? പിന്മാറ്റത്തിൽ സാധാരണ എങ്ങനെ ആൾക്കാർ പോകുന്നത്? ഒന്ന് രണ്ട് അടയാളങ്ങൾ പറയാം. ആദ്യം ഒരു പ്രാർത്ഥന മിസ് ചെയ്യും, രണ്ടാമത് മിസ് ചെയ്യും, മൂന്നാമത് മിസ് ചെയ്യും, മിസ്സായി പുള്ളിയുടെ വഴിക്ക് പോകും. കാരണം ഈ കൂട്ടായ്മയുടെ ശക്തി ദൈവസഭയിൽ പലരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന അതിൻ്റെ അകത്തൊരു സൂപ്പർ നാച്ചുറൽ തലമുണ്ട്. അത് ഇതുവരെ ദൈവസഭയ്ക്ക് ഇതുവരെ പലർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ കൂടി വന്നിരുന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് അവൻ്റെ സാന്നിധ്യം അവിടെ വരുന്നെന്ന്. ഇന്ന് രാത്രി നാം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, MBA ചർച്ചിൽ വന്ന് ഇന്ന് രാത്രി നമ്മളൊരു പ്രാർത്ഥന കൂടാൻ പോയതാണ്, അതിൻ്റെ ലാഭത്തോടായിരിക്കാം നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ വാഗ്ദത്ത പ്രകാരം നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടി വരുന്നിടത്ത് പ്രാധാന്യതയുള്ളത്. കൂടി വരുമ്പോൾ പ്രാധാന്യതയുള്ളത് ഏത് പ്രാസംഗികൻ പ്രസംഗിച്ചെന്നുള്ളതല്ല, പാട്ടുകാര് പാടി എന്നുള്ളതല്ല, ഇൻസ്ട്രുമെന്റ് എത്ര ഉണ്ടായിരുന്നുള്ളതല്ല. അവിടുത്തെ പ്രാധാന്യത എന്താണെന്ന് ചോദിച്ചാൽ സർവശക്തനായ ദൈവം വാഗ്ദത്ത പ്രകാരം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. The presence of Jesus comes in the midst of his people. Hallelujah. അപ്പോൾ എന്ത് പറ്റും? വചനം കേട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിശ്വാസം നമ്മുടെ ഉള്ളിൽ കയറും, വളരും. അങ്ങനെ അപ്പോൾ പിശാചിന്റെ രണ്ടാമത്തെ തന്ത്രം അവനെ പിന്മാറ്റത്തിന്. ഇനി മൂന്നാമത്തെ ഒരു തന്ത്രം കൂടെ ഉണ്ട്. അത് ദൈവസഭയിലുള്ള ജനം മനസ്സിലാക്കണം. മൂന്നാമത്തെ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ വയ്യ. പിന്നെ ആകപ്പാടെ ഉഴപ്പിത്തല്ലി എങ്ങനെയെങ്കിലുമൊക്കെ പള്ളിയിൽ പോയി ഇരുന്ന് അവിടെ വചനം പറയുമ്പം വേറെ മൊബൈലെ കളിച്ച് അങ്ങോട്ടും കുത്തി ഇങ്ങോട്ടും കുത്തി ഹല്ലേലൂയ ഇരിക്കുന്നൊരു അനുഭവം. പ്രൈസ് ഗാഡ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. റൈറ്റ്? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രൊക്ലമേഷൻ നടക്കുമ്പോൾ നിങ്ങളെ ജോ ബൈഡൻ വിളിക്കാറുണ്ടോ? നരേന്ദ്രമോദി വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. പ്രൈസ് ഗാഡ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പിടി കിട്ടിയോ? ഇനി ഞാൻ പറയട്ടെ, യഥാർത്ഥ ദൈവഭയമുള്ള ദൈവഭക്തൻ്റെ അകത്തൊരു കാര്യം ഉണ്ടായിരിക്കണം. എന്താണെന്നറിയാമോ? ഇനി ജോ ബൈഡൻ വിളിച്ചാലും ഇനി നരേന്ദ്രമോദി വിളിച്ചാലും എനിക്ക് വിഷയമല്ല. ആദ്യത്തെ എൻ്റെ വിഷയം എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ കഴിയട്ടെ. അവിടെയാണ് ദൈവത്തെ നാം ബഹുമാനിക്കുന്നത്. അവിടെയാണ് ഈ വചനത്തിൽ കൊടുക്കേണ്ട പ്രാധാന്യം നാം കൊടുക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ എന്താ പറ്റുന്നറിയാമോ? ഈ വചനം കേൾക്കുകയും അവനിങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് പലവിധമായ വിഷയങ്ങളാണ്, പല പല ബിസിനസ്സാണ്. ആ ബിസിനസ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നറിയാം? നമ്മൾ ഈ പറയപ്പെടുന്ന വചനം എന്ത് ചെയ്യത്തില്ല, അത് എവിടെ വീണ വിത്ത് പോലെ ആവുമെന്നറിയാമോ? റോഡ് സൈഡിൽ വീണ വിത്ത് പോലെ, ആ വഴിയരികിൽ വീണ വിത്ത് പോലെ ആയിട്ട് എന്ത് പറ്റും? അതങ്ങ് പോകും. അതുകൊണ്ട് ഫലം കായ്ക്കാതെ പോകും. അപ്പോൾ ഞാനത് പറഞ്ഞതിന് റീസൺ, ഇവൻ ഈ വചന ശുശ്രൂഷ തടയാൻ നോക്കി. വചന ശുശ്രൂഷ തടയുന്ന വചന ശുശ്രൂഷ പ്രസംഗിച്ചവരുടെ തടസ്സിലല്ല. ഈ മനുഷ്യൻ ഇത് സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി Elymas, a sorcerer, opposed them and tried to turn the proconsul away from the faith. ഈ മനുഷ്യനെ വിശ്വാസത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ നോക്കുക? തടുത്തു കളയാൻ ശ്രമിക്കുക. അപ്പോൾ ഓർക്കണം, തടുത്തു കളയാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ പോരുകളുണ്ട്. ഹല്ലേലൂയ. തടുത്തു കളയുവാൻ ശ്രമിക്കുന്ന ഹല്ലേലൂയ അന്ധകാരത്തിന്റെ ശക്തികളുണ്ട്. ഇവൻ ആരാണ്? ഒന്നും കൂടെ പറഞ്ഞ, അവന്റെ പ്രൊഫഷൻ എന്താണ്? വാട്ട് ഈസ് ഹി? ഹി ഈസ് എ സോഴ്സറർ. മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അല്ല, കള്ളപ്രവാചകൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. വിദ്വാനോ? ആര്? എലിമാസ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സോഴ്സറർ, മജീഷ്യൻ എന്നൊക്കെയുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവവചനത്തിൻ്റെ പ്രൊക്ലമേഷനെതിരെ
അത് ജനങ്ങൾ റിസീവ് ചെയ്യാതിരിക്കാൻ അതിനെതിരെ കടന്നു വരുന്ന പലവിധമായ അന്ധകാര ശക്തികളുണ്ട്. പ്രൈസ് ഗാഡ്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ എല്ലാ സൺഡേയിലും മോർണിംഗിൽ ഇവിടെ ഒരു പ്രെയർ ഉണ്ടല്ലോ. നമ്മളിവിടെ അല്ല, 6 o'clock ടെലി പ്രെയർ ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഇപ്പം കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചല്ല, ഇപ്പം എനിക്ക് എത്ര നാളായെന്ന് ഓർമ്മയില്ല. ഞാനൊരു കാര്യം പറയാം. ഐ ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ഈ പുൽപ്പുറ്റേ നിൽക്കുമ്പോൾ എനിക്കതിൻ്റെ വ്യത്യാസം അറിയാം. അതിൻ്റെ കാരണം എന്നറിയാമോ? രാവിലെ ചിലർ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, ഒരുപക്ഷെ സിമ്പിളായിട്ട് നമുക്ക് തോന്നിയേക്കാം, വളരെ സിമ്പിളായിട്ട്. പക്ഷേ ഞാനൊരു കാര്യം എൻ്റെ അടുത്ത് പറയാം. നമ്മൾ സിമ്പിളായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അത് പൈശാചിക ബന്ധനങ്ങളെ ഹല്ലേലൂയ ബന്ധിക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ പല ഇടങ്ങളിൽ പോകുന്നതുകൊണ്ട് ഞാൻ പറയാം, ചിലയിടത്ത് നമ്മൾ നിന്നാൽ നമുക്ക് തന്നെ അറിയാം, അവിടെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷവും ദൈവാത്മാവിൻ്റെ ഒരു ചലനവും ഉണ്ടാകും. ചിലയിടത്താണെങ്കിൽ നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്താലും കിടക്കില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾക്കറിയാം, ഈ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങ് ശുശ്രൂഷിക്കുന്നവർക്കറിയാം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വചനത്തിൻ്റെ പ്രൊക്ലമേഷനെതിരെ, അത് ജനം സ്വീകരിക്കുന്നതിനെതിരെ പോരാടുന്ന വെല്ലുവിളികളുണ്ട്, അതിനെ തടുക്കുന്ന ശക്തികളുണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ആ ശക്തികൾ ഹല്ലേലൂയ മാറിപ്പോകും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പ്രൊക്ലമേഷൻ ഹൃദയങ്ങളെയും മനസ്സിനെയും തുറക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ അതിനെ തടുക്കുന്ന ശക്തികളുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഒരു കാര്യം അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ശൗല് അല്ലെങ്കിൽ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിമയാസിനോട് നേരെ പറയുന്നതാണ്, യു ആർ ഫുൾ ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസീറ്റ് ആൻഡ് ട്രിക്കറി, you son of the devil and enemy of all that is right. Won't you ever stop perverting the straight path of the Lord? Now look, the Lord's hand is against you. You are going to be blind and will not see the sun for a time. Immediately a mist and darkness fell on him, and he went around seeking someone to lead him by the hand. മലയാളത്തിൽ ആ വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കണം. Praise God. സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വരും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണ് കൈപിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വ്യക്തി എന്ത് ചെയ്യുമായിരുന്നു? അവൻ ഹീസ് പെർവേർട്ടിങ് ദ സ്ട്രെയിറ്റ് പാത്ത് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ വഴിക്ക് അവനൊരു തടസ്സമാവുകയാണ്. അതുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന്റെ ലോർഡ്സ് ഹാൻഡ് ഈസ് അഗൈൻസ്റ്റ് യു. ദൈവത്തിന്റെ കരം നിനക്ക്, മലയാളത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്ന അറിയത്തില്ല, അത് നിനക്ക് പ്രതികൂലമാണ്. ദൈവത്തിന്റെ കരം നിനക്കെതിരാണ് എന്നൊരു വാക്യമാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി പലവട്ടം നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, എസ്രായുടെ പുസ്തകത്തിലൊക്കെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ദ ലോർഡ്സ് ഹാൻഡ് വാസ് അപ്പോൺ ദം. ദൈവത്തിന്റെ കരം അവർക്ക്. അപ്പോൾ ദൈവത്തിന്റെ കരം അനുകൂലമായി നിൽക്കും, ദൈവത്തിന്റെ കരം പ്രതികൂലമായി നിൽക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ കരം ആർക്ക് അനുകൂലമെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഈ പ്രത്യേക സാഹചര്യത്തിൽ പൗലോസും കൂട്ടർക്കും അനുകൂലമായി നിൽക്കുമ്പോൾ തന്നെ ഈ എലിമയാസിനെതിരെ നിൽക്കുകയാണ് ദൈവത്തിൻ്റെ കരം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം പ്രൊക്ലെയിം ചെയ്യുന്നവരോട് കൂടെ ദൈവത്തിൻ്റെ കരം അനുകൂലമായി നിൽക്കും. നീ ഈ വചനത്തിൻ്റെ ഒരു ലഘുലേഖ അല്ലെങ്കിൽ എന്തെങ്കിലും നീ പറയുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം, നിന്നെ ബാക്കപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പട്ടണത്തിലാണെങ്കിൽ സെയിൻറ്റ് പോൾ പാർക്ക് കോട്ടേജ് ഗ്രോവിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, നിന്നെ ബാക്കപ്പ് ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ്. നിന്നെ ബാക്കപ്പ് ചെയ്യുന്നത് ഹല്ലേലൂയ ഒരു സൈന്യമല്ല, ഒരു പട്ടാളമല്ല, ഒരു പോലീസ് ഓഫീസറല്ല. നിന്നെ ബാക്കപ്പ് ചെയ്യുന്നത് ഹല്ലേലൂയ സകലത്തെയും നിയന്ത്രിക്കുന്നവനായ എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പ്രൊക്ലമേഷൻ്റെ പ്രാധാന്യത വർദ്ധിക്കുന്നത്. കാരണം ഇത് നാം പ്രൊക്ലെയിം ചെയ്യുമ്പോൾ നമ്മളെ ബാക്കപ്പ് ചെയ്യുന്ന നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അപ്പോൾ ഈ പ്രൊക്ലമേഷനെതിരെ വന്ന ഈ വിഷയത്തിൽ അവരെന്ത് സംഭവിച്ചു? പൗലോസ് ആത്മാവിൽ നിറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ കണ്ണ് അന്നേരം തന്നെ ഇരുട്ട് പിടിച്ചു. ഹി ഈസ് ക്ലോസ്ഡ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പ്രോ കൗൺസിൽ എന്ത് ചെയ്തു? ബിലീവ് ചെയ്തു. ഹി ബിലീവ്ഡ് because he was astonished at the teaching of the Lord. 12-ാം വാക്യം ഒന്ന് എടുത്ത് വായിക്കണേ. അദ്ദേഹം ഈ ഇവന് ഉണ്ടായ മാജിക് കൊണ്ടാണോ രക്ഷപ്പെട്ടെന്ന് നോക്കാം. 12-ാം വാക്യം ഒന്ന് വായിച്ചേ. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. കർത്താവിന്റെ ഉപദേശത്തിൽ
വിസ്മയിച്ച് വിശ്വസിച്ചു. അത്ഭുതത്തിലാണോ? അത്ഭുതം നടന്നത് ഉണ്ട്. അപ്പോൾ മിഷൻസിൽ എപ്പോഴും എന്തുണ്ടാകും? അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. പക്ഷെ ഒരു വ്യക്തി കർത്താവിങ്കിൽ വരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം കണ്ടല്ല, അവർ വചനത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിച്ച് വേണം മുമ്പോട്ട് കടന്നു വരാൻ. They were astonished at the teachings of the Lord. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ധ്യാനിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിഷയമാണത്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ? ഈ വചനം ഒരു മനുഷ്യൻ്റെ അന്ധതയെ മാറ്റുന്നു. ദൈവത്തിൻ്റെ വചനം, സുവിശേഷം ഒരു വ്യക്തിയുടെ ഉള്ളങ്ങൾ, അവിടെ രോഗശാന്തിയുണ്ട്, അവിടെ സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, ഇതെല്ലാം ഉണ്ട്, ഇല്ലെന്നല്ല. പ്രധാനപ്പെട്ട വിഷയം ഹല്ലേലൂയ മിറാക്കിളല്ല. ഹല്ലേലൂയ പൗലോസ് ആദ്യമേ പോയി ഇവനെ അന്ധനാക്കിയിട്ടല്ല പ്രസംഗിച്ചത്, പ്രസംഗിച്ച് കഴിഞ്ഞിട്ടാണ് ഇവൻ അന്ധത പിടിച്ചത്. മനസ്സിലായോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ പൗലോസ് ആദ്യം പോയിട്ട് ഇവിടെയുള്ള രോഗികളെല്ലാം കൊണ്ടുവന്നേ, ഇവിടെയുള്ള വിഷയങ്ങളെല്ലാം കൊണ്ടുവന്നേ, ആദ്യമേ ഞാൻ സൗഖ്യമെല്ലാം ആക്കി കഴിഞ്ഞിട്ടാണോ പുള്ളി പറയുന്നത് ഇനി ഞാനൊരു കാര്യം പറയാം, യേശു കർത്താവിനെ പറ്റി പറയാം എന്നല്ല. അവൻ ഹി പ്രൊക്ലെയിം ദ വേർഡ് ഫസ്റ്റ്. വചനം എവിടെയൊക്കെ നോക്കിക്കോ, വചനം അത് കഴിഞ്ഞിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പുറകാലെ വന്നു. അപ്പോൾ പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വേണ്ട പോലെ നടക്കാത്തതിൻ്റെ റീസൺ എന്ന് വചനം ഇതുവരെ ശരിക്കും അങ്ങോട്ട് പ്രൊക്ലെയിം ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ പ്രസംഗിക്കുന്ന വചനം, നമ്മുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വചനം, ഇതിനകത്ത് ശക്തിയുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, വ്യത്യാസം വരുത്തുവാൻ. പക്ഷെ എതിരാളികളുണ്ട്, ഇതിന് എതിർപ്പ് വരും. പക്ഷെ ആ എതിർപ്പിൻ്റെ മധ്യത്തിൽ എന്ത് വേണം? എന്ത് വേണം? ശ്രദ്ധിച്ച് കേൾക്കണേ. സാച്ചുറേറ്റ് ഒക്കെ തുടങ്ങാൻ പോവാ, അതിനു മുമ്പ് കേൾക്കണേ. ഹല്ലേലൂയ. ഇത് ചുമ്മാ കുഞ്ഞുകളിയല്ല, ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥന ആവശ്യമാണ്, ഇതിൻ്റെ മുന്നിൽ ആത്മാനിറവ് ആവശ്യമാണ്. കാരണം തടുത്ത ആ വ്യക്തിയെടുക്കൽ പൗലോസിനെ പറ്റി പറഞ്ഞ പൗലോസ് ആത്മാവിൽ നിറഞ്ഞാണ് അവൻ ഇവനോട് സംസാരിച്ചത്. The filling of the Holy Spirit is important. Never underestimate the need of prayer and the filling of the Holy Spirit in the growth of missions. സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വചന പ്രഘോഷണത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥനയുടെയും ആത്മനിറവിൻ്റെയും ആവശ്യകത ഒരിക്കലും നമ്മൾ കുറച്ച് കാണരുത്. നമുക്ക് പ്രാർത്ഥനയുടെ ബാക്കപ്പ് വേണം, പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ നിറവ് വേണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒതുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒതുക്കണമെങ്കിൽ എന്ത് വേണം? ആത്മനിറവിലുള്ള പ്രാർത്ഥനയും ആത്മനിറവിൻ്റെ അനുഭവം വേണം. എന്നാൽ മാത്രമേ ശാസിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ ഹല്ലേലൂയ പ്രൊക്ലമേഷൻ ശരിയായിട്ട് നടക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ വീക്ക്നെസ് വരുത്തുവാൻ പിശാച് ശ്രമിക്കുന്ന അനുഭവങ്ങളുണ്ട്. കാരണം അവനറിയാം, ആ തലത്തിൽ നാം വിജയിച്ചാൽ മറ്റ് പല തലങ്ങളിൽ നാം വിജയിക്കും. പ്രൈസ് ഗോഡ്. അവിടെ പരാജയപ്പെട്ടാൽ നമ്മളെ അവന് പലയിടങ്ങളിലും പരാജയപ്പെടുത്തി ഇടാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രൊക്ലമേഷൻ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, വലിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതാണ്. അപ്പോൾ തന്നെ ഇതിന് എതിർപ്പുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഹല്ലേലൂയ ആ വിഷയങ്ങളെ ഹല്ലേലൂയ ശാസിക്കുവാൻ, അതിനെ മറികടക്കുവാൻ കൃപ തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദൈവം നമുക്ക് തരുന്നതാണ്. The Holy Spirit gives us the empowerment. Holy Spirit literally empowers us to overcome all those challenges. അതിനെല്ലാം ജയിക്കാൻ കർത്താവ് കൃപ തരുന്ന ദൈവമാണ്. Hallelujah. Praise be to God. Hallelujah. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത്, ഈ പ്രസംഗം ഒക്കെ പ്രസംഗിച്ചവർ അടുത്ത പോയി ആന്റിയോക്ക് ഓഫ് പിസിഡിയ. Paul and companions set sail. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. From Paphos and came to Perga, but John left them there. They continued their journey from Perga and reached Pisidian Antioch. On the Sabbath day, they went into the synagogue and sat down. After the reading of the scripture, the prophets about synagogues, some people send out a word, brothers, if you have any word of encouragement for the people, you can speak. Paul stood up and mentioned with his hands, and he started preaching. പൗലോസ് എന്ത് ചെയ്തു? അവിടെ തനിക്കൊരു അവസരം ലഭിച്ചു. അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റു. പൗലോസ് ഒരു ലോങ് മെസ്സേജ് അവിടെ കൊടുത്തു. ആ ലോങ് മെസ്സേജ്, അതിനകത്തെല്ലാം നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാം.
36 വാക്യം, അത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. 36 വാക്യം ഒന്ന് വായിച്ച്. ദാവീദ് തൻ്റെ തലമുറയിൽ ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ഡേവിഡ് completed God's purpose in his own generation. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പൗലോസും ബർന്നബാസിൻ്റെയും ഈ ശുശ്രൂഷകളെ പറ്റി അവിടെ നമ്മൾ പല കാര്യങ്ങൾ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അവർ ശുശ്രൂഷ ചില ആൾക്കാർ അത് സ്വീകരിച്ചു, ചില ആൾക്കാർ എന്ത് ചെയ്തു, അവരെ സ്വീകരിച്ചില്ല. അപ്പോൾ they were going from there. അപ്പോൾ സ്വീകരിക്കാത്തടത്തു നിന്നൊക്കെ അവരെന്ത് ചെയ്തു, അവർ മടങ്ങി പോയി. ആൻഡ് വെൻ യു കം ടു ദ ഫോളോയിങ് വേഴ്സസ്, മുമ്പോട്ടുള്ള അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ 45 വാക്യത്തിലേക്കൊന്ന് വായിക്കണം. 45 വാക്യം 45. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിര് പറഞ്ഞു. അപ്പൊ ദുഷിക്കുന്ന അനുഭവങ്ങളും എതിര് പറയുന്ന അനുഭവങ്ങളും പൗലോസിന് എന്ത് ചെയ്യേണ്ട വന്നു, നേരിടേണ്ട വന്നു. അപ്പൊ ഈ പ്രൊക്ലമേഷനിൽ എന്തുണ്ട്? ദുഷിയുണ്ട്, എതിർപ്പുണ്ട്, പരിഹാസമുണ്ട്. അതൊക്കെ ഈ പ്രൊക്ലമേഷൻ്റെ ഭാഗമാണ്, ഈ മിഷൻ്റെ ഭാഗമാണ്. ഡോണ്ട് തിങ്ക് ഓഫ് സെർവിങ് ഗോഡ് thinking that everybody will respect you and everybody will honor you and everybody will roll a red carpet for you. Never think like that. Always think that there will be challenges, there will be insults, there will be problems. അവിടെ അനേകർ അവരെ സ്വീകരിച്ചു, അനേകർ വചനം കേൾക്കാൻ വേണ്ടി പിറ്റേ ആഴ്ച കൂടി വന്നെങ്കിലും ചിലർ അവരെ ഇൻസൾട്ട് ചെയ്തു. പക്ഷെ ചിലരെന്ത് ചെയ്തു, അവർ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചു. അവിടെ ആ ഇൻസൾട്ടിങ് ഒക്കെ കിട്ടിയപ്പോഴാണ് അവർ പൗലോസും ബർന്നബാസും പറഞ്ഞത്, ഇറ്റ് ഈസ് നെസസറി ഫോർ അസ് ടു സ്പീക്ക് ദ വേർഡ് ഓഫ് ദ ലോർഡ് ടു യു ഫസ്റ്റ് സിൻസ് യു റിജക്റ്റഡ്. നിങ്ങൾ അതിനെ സ്വീകരിക്കാഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വചനം സംസാരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമ്പോൾ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം പറയാൻ പോവുകയാണ്. അങ്ങനെ ആ പ്രൊക്ലമേഷനിലാണ് നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിലേക്ക് വരുന്നത്. When the Gentiles heard this, they rejoiced and honored the word of the Lord. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. അതിന് 46 വാക്യം കൂടെ ഒന്ന് വായിച്ചേ, 46 കൂടെ ഒന്ന് വായിച്ചേ. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളഞ്ഞിരിക്കുന്നതിനാൽ നിത്യജീവൻ അയോഗ്യരായി വിധിച്ചു. അപ്പോൾ ചിലർ നിത്യജീവന് വേണ്ടി അപ്പോയിന്റഡ് ആയിരിക്കുന്നവർ വചനത്തെ എന്ത് ചെയ്തു, സ്വീകരിച്ചു. സ്വീകരിക്കാത്തവർ ആരാണ്? നിത്യജീവന് വേണ്ടി അയോഗ്യരായി തന്നെത്താനെ പോയവർ, അല്ലെങ്കിൽ they were unworthy of the eternal life എന്നാണ് അവിടെ ആ വാചകം ഉപയോഗിച്ചിരിക്കുന്നത്. Those who have been appointed for the eternal life, they received the word of God, they believed upon the word of God. അവർ ദൈവവചനത്തെ എന്ത് ചെയ്തു, വിശ്വസിച്ചു. അപ്പോൾ ഈ പ്രൊക്ലമേഷൻ്റെ അകത്ത് വരാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ചിലർ റിജക്റ്റ് ചെയ്യും, ചിലർ എന്ത് ചെയ്യും, സ്വീകരിക്കും. അത് നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവ് കൂടിയതായതുകൊണ്ടൊന്നുമല്ല. ഒരാൾ സുവിശേഷം കേട്ടിട്ട് കർത്താവിങ്കിലേക്ക് വന്നാൽ അത് നമ്മുടെ കഴിവ് കൂടിയതുകൊണ്ടാണോ? ചിലർ പറയാറുണ്ട്, ഞങ്ങൾ 10 പേരെ രക്ഷിക്കപ്പെടുത്തി. നിങ്ങൾ ആരും ആരെ രക്ഷിക്കപ്പെടുത്തിയില്ല. രക്ഷപ്പെടുത്തിയത് ആരാണ്? അവരെ രക്ഷിക്കപ്പെടുത്തിയത്? ശരിക്കും ആരാ? ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച് അവർ വന്ന. അതേസമയം തന്നെ ചില ആൾക്കാർ റിജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ റിജക്ഷനും കാര്യമില്ല. വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. നമ്മൾ അതിനെ ചൊല്ലി ഭാരപ്പെടേണ്ട കാര്യം ഇല്ല. ഇപ്പം ചിലർ പറയാറുണ്ട്, നമ്മൾ ഇത്രയും കൊടുത്തു എന്നിട്ടൊന്നും മട്ടില്ല. അത് നമ്മൾ ശരിക്കും കൊടുത്തോ? സിൻസിയർലി കൊടുത്തെങ്കിൽ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യം ഇല്ല. വൈ? എന്തുകൊണ്ട് ഭാരപ്പെടേണ്ട? കാരണം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു? കൊടുക്കുക. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പ്രൊക്ലെയിം ചെയ്യുക. ഈ പൗലോസിനെ വരെ, പൗലോസ് ഇത്രയും നല്ല പ്രസംഗം പ്രസംഗിക്കുന്ന ആളിനെ വരെ അവരെന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? ദുഷിച്ചു, ഇൻസൾട്ട് ചെയ്തു, റിജക്റ്റ് ചെയ്തു.
കോൺട്രഡിക്റ്റ് ചെയ്തു, ഇതെല്ലാം സംഭവിച്ചെങ്കിൽ പൗലോസിൻ്റെ അത്രയും കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ? ഇല്ലല്ലോ. അപ്പോൾ ദ പോയിന്റ് ഐ എം സേയിങ് ഈസ്, ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ചിലരിതിനെ എന്ത് ചെയ്യും? സ്വീകരിക്കും, ചിലരിത് റിജക്റ്റ് ചെയ്യും. കഴിഞ്ഞ ഫ്യൂ വീക്സ് അഗോ നമ്മൾ മിഡ് വെസ്റ്റ് റീജിയൻ്റെ കൺവെൻഷൻ നടന്നപ്പോൾ സാറ്റർഡേ മോർണിംഗിൽ ബൈബിൾ ഡിസ്ട്രിബ്യൂഷന് പോയ സമയത്ത് ഇനീഷ്യലി ഇറ്റ് വാസ് എ ചാലഞ്ച്. ബിക്കോസ് ചിലർ പറയും നോ, സം പീപ്പിൾ ഒത്തിരി പല റിയാക്ഷൻസ് ആണ് ആൾക്കാരുടെ. പക്ഷേ ചിലർ എന്ത് ചെയ്യും? നമ്മൾ താങ്ക് യു പറയും, ചിലർ ഗുഡ് പറയും, ചിലർ പറയും ഐ ഓൾറെഡി ഹാവ് ഇറ്റ്, ഐ റീഡ് ഇറ്റ് എവറി ഡേ. ലോട്ട് ഓഫ് തിങ്സ് വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് റിയാക്ഷൻസ്. അന്ന് some people were actually accepted the word and they prayed. Why did they pray? Because the word of God worked in their hearts. I realized one thing. അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഒന്നും കൂടെ ഒരു അഷ്വറൻസ് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്നത്, ഇത് പ്രൊക്ലെയിം ചെയ്താൽ ദിസ് വർക്ക്സ്. ഇത് പ്രൊക്ലെയിം ചെയ്താൽ ഇത് വർക്കാകുന്ന സുവിശേഷമാണ് എന്ന് പറഞ്ഞാൽ ഇത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. The word transforms. Some may reject it, some may accept it, but the word continues to grow on a powerful rate, or in a astonishing way. It continues to grow. അപ്പോൾ നിത്യജീവന് വേണ്ടി എന്ത് ചെയ്ത അപ്പോയിന്റഡ് ആയിരിക്കുന്ന സകലരും വചനം സ്വീകരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്തു? സ്പ്രെഡായി. എന്നിട്ട് വാട്ട് ഹാപ്പൻഡ്? ദ ഹോൾ റീജിയൻ, ആ ദേശത്ത് മുഴുവൻ ദൈവത്തിൻ്റെ വചനം പറന്നു. അവിടെ ബേസിക്കലി ദർ വാസ് ഒപ്പോസിഷൻ. അതിൻ്റെ 50 വാക്യം ഒന്ന് വായിച്ച. 50 യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യസ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിനെയും ബർന്നബാസിനെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. They stirred up persecution. അവരെ ഉപദ്രവിച്ച് അവരെ പുറത്താക്കി. But അതിൻ്റെ 52 വാക്യം പറയുന്നത്, the disciples were filled with joy and the Holy Spirit. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞു. ഹല്ലേലൂയ. റിജക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് ഈ മാർഗമാണ്. കാരണം ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഫെയിലായാൽ അവർ നമ്മളെ ഫയർ ചെയ്യും, അവർ ചൂടാകും, ദേഷ്യപ്പെടും. പക്ഷേ ഇതിൻ്റെ ഓണർ മാസ്റ്റർ ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, the world will reject you, the world will hate you. ലോകം നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ രണ്ട് കൈയും കൊട്ടി സ്വീകരിക്കുകയല്ല, നിങ്ങളെ എതിർക്കും. നിങ്ങളുടെ മാസ്റ്റർ ആയിരിക്കുന്ന എന്നെ എതിർത്തെങ്കിൽ നിങ്ങളെയും അവർ എതിർക്കും. അപ്പോൾ ഇവർ പെർസിക്യൂഷനും ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്തപ്പോൾ അവർ റിജോയ്സ് ചെയ്തു ദൈവസന്നിധിയിൽ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. വാട്ടെവർ വേ ഈ വേർഡ് പ്രൊക്ലെയിം ചെയ്താൽ ഇത് വർക്ക് ചെയ്യും. നമുക്ക് കഴിവില്ല, നമുക്ക് പറയാൻ അറിയത്തില്ല, നമുക്ക് അതിൻ്റെ വേർഡ്സ് ഒരു പക്ഷേ എങ്ങനെ പറയണം, ആരെങ്കിലും 2 ചോദ്യം ചോദിച്ചാൽ എങ്ങനെ പറയണമെന്നൊന്നും നമുക്കറിയത്തില്ലായിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, പൗലോസ് പഠിത്തമൊക്കെയുള്ള പൗലോസിനെ ദൈവം ഉപയോഗിച്ചു, കാര്യം ശരിയാ. പക്ഷേ സാധാരണ മുക്കുവന്മാരായിരുന്ന ശിഷ്യന്മാരെ, പത്രോസ് കൂട്ടരെയും ഹല്ലേലൂയ കർത്താവ് ഉപയോഗിച്ചു. പഠിപ്പിലല്ല, ആത്മനിറവിലാണ് കാര്യം. ഹല്ലേലൂയ. പഴയകാല ഭക്തന്മാർ, വലിയ പഠിപ്പൊന്നും ഇല്ലാത്തവർ, എത്ര ഡിഫിക്കൽട്ട് ചോദ്യം ചോദിച്ചാലും അവർ നന്നായിട്ട് ഉത്തരം പറയുമായിരുന്നു. ഇന്ന് പഠിപ്പ് കൂടിയവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ വ്യത്യാസം പറഞ്ഞു തരാം, വേറെ വ്യത്യാസമൊന്നുമില്ല. നിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ, ഇഫ് ദ ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ യുവർ ലൈഫ്, ഹല്ലേലൂയ, നിനക്ക് എന്ത് ഉത്തരവും പറയാൻ പറ്റും. ഏത് സാഹചര്യത്തിലും നിന്നെ എംപവർ ചെയ്യുന്ന, നിന്നെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഞാൻ പറയുന്നു,
വാട്ട് എ പ്രിവിലേജ് ഇറ്റ് ഈസ് ടു ഹാവ് ദ വേർഡ് ഓഫ് ഗോഡ് വിത്ത് അസ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിലുള്ളത് തന്നെ എത്രയോ ഒരു സൗഭാഗ്യമാണ്. ഈ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പറ്റുന്നത് എന്തൊരു സൗഭാഗ്യമാണ്. ഹല്ലേലൂയ ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാത്ത ഈ രക്ഷയുടെ ദൂത് അറിയിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എത്രയോ ഒരു സൗഭാഗ്യമുള്ളൊരു അനുഭവമാണ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ഒരു ചില നിമിഷങ്ങളൊന്ന് അടഞ്ഞ് നമുക്കെല്ലാവർക്കും കർത്താവിന് ദൈവത്തിൻ്റെ വചനത്തിനായി ഒന്ന് സ്തോത്രം ചെയ്യാം. ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവർ മുമ്പോട്ട് കടന്നു വരണം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ ഹല്ലേലൂയ ശക്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ നമ്മൾ അനുഭവിച്ചവരാണ്. വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചവർ. ഒരു നിമിഷം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ആത്മനിറവിൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. നമ്മുടെ മുമ്പിൽ ഇനി അല്പസമയം ബാക്കിയുണ്ട്. എന്നാൽ അല്പസമയം ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ, പ്രാർത്ഥനയിൽ അല്പസമയം കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ വി താങ്ക് യു ലോർഡ്, വി താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വി പ്രൈസ് യു ജി. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്ന് അല്പസമയം ഹല്ലേലൂയ കരങ്ങൾ അടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വായുകളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. തടുക്കുന്ന അന്ധകാര ശക്തികളുണ്ട്, എന്നാൽ അതിൻ്റെ മേൽ ജയം തരുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഓ വി പ്രൈസ് യു. ആ ദേശങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനം പറന്നതുപോലെ കർത്താവേ ഈ ദേശങ്ങളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ നിന്റെ വചനം പറക്കട്ടെ, നിന്റെ വചനം പറക്കട്ടെ, നിന്റെ വചനം പറക്കട്ടെ. ഹല്ലേലൂയ. ഓ വി താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord, I pray that there will be a fresh hallelujah strength poured upon your people. നിന്റെ ജനത്തിന്റെ മേൽ ഒരു പുതിയ ശക്തി നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord, we thank you. അല്പസമയം കർത്താവിന് വായുകൾ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം.